മാർക്കറ്റിംഗ് ചാനൽസ് ആണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്? ഒന്ന് SEO. SEO എന്ന് പറഞ്ഞാൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. എന്താ പറയുക? സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ, അതാണ് SEO എന്ന് പറയുന്നത്. അപ്പോൾ SEO ക്യാൻ ബി അണ്ടർസ്റ്റുഡ് the process of optimizing the structure, design and content of the website, so the search engine can index them accurately and position site of the top research. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ സൈറ്റ് ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ ടോപ്പ് പൊസിഷനിൽ എന്ത് ചെയ്യുക, ഇൻഡെക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ വരുന്നത് നമ്മുടേതായിരിക്കുക എന്നുള്ളതാണ്. അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അതാണ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എൻജിൻ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എത്തുക എന്നുള്ളത്. അപ്പോൾ SEO ഓൾസോ ഇൻകോർപ്പറേറ്റ് ഡിഫറെൻറ്റ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ദ ബൂസ്റ്റ് സെർച്ച് എൻജിൻ റാങ്കിങ് ഓഫ് എ സൈറ്റ്. അപ്പോൾ ആ സൈറ്റിന് എന്ത് ചെയ്യണം? സെർച്ച് എൻജിൻ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്ന രൂപത്തിൽ. അപ്പോൾ സെർച്ച് കൊടുക്കുമ്പോൾ ഈ സാധനം ഫസ്റ്റ് വരണം നമ്മുടെ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദാറ്റ് യൂസ് സോഷ്യൽ മീഡിയ ചാനൽസ്. ഇപ്പോൾ നമുക്കറിയാം ഫേസ്ബുക്ക്, ട്വിറ്റർ അങ്ങനെയുള്ള കാര്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സൈറ്റുകളിൽ ഇപ്പോൾ വാട്സപ്പ് അതിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ചെയ്യണം. ഇപ്പോൾ വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ പോപ്പുലറൈസ് ബ്രാൻഡ്, ടാർഗറ്റിംഗ് ഓഡിയൻസ്, കോൺവെർസേഷൻ ആൻഡ് റിട്ടേൺസ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്യാൻ ബി ഡൺ ആഡിങ് സോഷ്യൽ മീഡിയ ലിങ്ക്സ് ടു ദി സൈറ്റ് കണ്ടന്റ് അല്ലേ? അതായത് RSS ഫീഡ്സ് എന്ന് പറയാം. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സൈറ്റ് കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റ് മറ്റേ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുക ആ ലിങ്ക്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നേരെ സൈറ്റിലേക്ക് പോകുന്നു. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയും ബ്ലോഗ് സ്പോട്ട്സ്, ഫോട്ടോസ്, ട്വീറ്റ്സ്, അപ്ഡേറ്റിംഗ് ട്വീറ്റ്സ്. ഇപ്പോൾ SSM എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലാണെന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഓൺലൈൻ ബിസിനസ് ഗെറ്റ് ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദെയർ കസ്റ്റമർ. കൃത്യമായി നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. ഓൺ ഡിഫറെൻറ്റ് സോഷ്യൽ വെബ്സൈറ്റ് ലൈക്ക് ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, മൈസ്പേസ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സക്സസ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ബിസിനസ്. കൃത്യമായി പറഞ്ഞാൽ പേഴ്സണൽ ഇൻട്രാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? യൂസറും ബിസിനസ്സും തമ്മിൽ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നതിന് കഴിയുന്നത്. നെക്സ്റ്റ് ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്. ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് പേപ്പർ ക്ലിക്ക് എന്നാണ്. പേപ്പർ ക്ലിക്ക്. ഓരോ ക്ലിക്കിനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിനകത്ത് ആളുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൈസ നമ്മുടെ കമ്പനി പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ PPC is another important digital marketing channel. In paid advertising, we need to pay each time a user click on ad. ആ യൂസർ ആഡിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടി വരും. Company need to pay according to bid amount, and one of the most popular pay-per-click program is Google AdWords ആണ്. അതായത് ഗൂഗിളിൻ്റെ അഡ്വേർഡ്സിലാണ് ഇത് വരുന്നത്. അതായത് നമ്മുടെ കമ്പനിയുടെ ആഡിനകത്ത് പീപ്പിൾ, അതായത് കസ്റ്റമർ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം എന്നുള്ളതാണ്, പേ ചെയ്യണം എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ആവശ്യം? അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് ആണ് പറഞ്ഞത്. ഒന്ന് SEO ആണ്. എന്താണ്? സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. സെർച്ച് എൻജിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് ആദ്യം വരിക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അടുത്ത് പറഞ്ഞു. ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞു. നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കമ്പനി നീഡ് വെൽ ഡിഫൈൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ടു ഗെറ്റ് മോർ വിസിറ്റേഴ്സ്, ലീഡ്സ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു കസ്റ്റമേഴ്സ്. അതായത് കമ്പനിക്ക് എന്ത് ചെയ്യണം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവരുടെ സൈറ്റിനകത്തേക്ക് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നു. ആ വിസിറ്റേഴ്സിനെയൊക്കെ അവർക്ക് എന്താക്കി മാറ്റണം? ലീഡ്സ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു കസ്റ്റമർ. അവരെന്താക്കി മാറ്റണം? കസ്റ്റമർ ആക്കി മാറ്റണം. ദ ഫോളോയിങ് ആർ ദ മെയിൻ റീസൺ വൈ കമ്പനി ഗോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. താഴെ പറയുന്നതാണ് കമ്പനി എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ താഴെ പറയുന്നത്. അപ്പോൾ നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ശ്രദ്ധിച്ച് ഈ ഒരു ടോപ്പിക്ക് പഠിക്കണം. നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഒന്ന് പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവറി ബിസിനസ്. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് വലിയ കമ്പനി ചെറിയ കമ്പനി ഒന്നുമില്ല. ഏതൊരു കമ്പനിക്കും ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യാം. അതാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവറി ബിസിനസ്. Digital marketing provides equal opportunity to every business. It is not a strategy only restricted to big corporation or multinational company. Even small business can actually leverage their business
വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ശരിക്കും മുന്നേറി വരാൻ കഴിയും ആർക്ക്? ഒരു സ്മോൾ കമ്പനിക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ മുന്നേറി വരാൻ പറ്റുന്നു. അല്ലാതെ വലിയ കമ്പനിക്ക് മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊന്നുമില്ല. They can stand in perfect competition with the established business. They can make the full use of digital marketing by engaging different clients on different platforms. വളരെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ക്ലയൻറ്റിനെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമിനകത്ത് അവർക്ക് എൻഗേജ് ചെയ്യിക്കാൻ കഴിയും. അതായത് വലിയ കമ്പനിക്കോ ചെറിയ കമ്പനിക്കോ എന്നുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തുല്യ അവസരം എല്ലാവർക്കും. നെക്സ്റ്റ് വൈഡർ റീച്ച് ആണ് അടുത്തത്. എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്തിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നെക്സ്റ്റ് വൈഡർ റീച്ച് ആണ്. With a digital marketing company can strategically focus to the reach the increasingly visibility of brand. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്കിപ്പോൾ ഒരു ചെറിയ കമ്പനിയാണെന്ന്, ചെറിയ ഒരു സ്ഥലത്ത് മാത്രമാണുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റി മാത്രമേ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? റീച്ച് ചെയ്യാം. ശരിക്കും ഇൻ്റർനെറ്റ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലോബലൈസേഷൻ പറഞ്ഞു അല്ലേ? ഗ്ലോബലൈസേഷൻ പറയാൻ എന്താണ്? ലോകമെമ്പാടും നമുക്ക് അല്ലേ ആഗോളവൽക്കരണം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിനെ റീച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ എന്ത് ചെയ്യാൻ കഴിയും? Traditional marketing is an effective tool to reach a target audience. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനകത്ത് ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ ഓവറോൾ റീച്ച് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താ പറയുന്നത്? ഇൻക്രീസ് ഓവറോൾ റീച്ച്, മൊത്തത്തിൽ എല്ലായിടത്തും എത്താൻ എന്ത് ചെയ്യുന്നു? കഴിയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ന്യൂ വേ ടു ടാർഗറ്റ് കസ്റ്റമർ ആൻഡ് ഗീവ് ദ ഗ്രേറ്റ് എക്സ്പോസർ ആൻഡ് ബിൽഡ് എഫക്റ്റീവ് ബ്രാൻഡ് റെക്കഗ്നേഷൻ. കൃത്യമായ രീതിയിൽ റീച്ച് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നത്? കഴിയണം. അതുപോലെ ഡിജിറ്റൽ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾ സാധനം മേടിക്കുന്നതൊക്കെ എന്താണ്? മോർ ഡിജിറ്റലി ആണ്, ഇൻ്റർനെറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? മേടിക്കുന്നത്. വാണ്ട് ഈച്ച് ഓഫ് ദെയർ പർച്ചേസ് ബി യുണീക്ക്. സെർച്ച് എഞ്ചിൻ ലൈക്ക് ഗൂഗിൾ, യാഹു ആർ ദ മോസ്റ്റ് പോപ്പുലർ ചാനൽ ഫോർ സെർച്ച്. ഇതിലൂടെയൊക്കെ സെർച്ച് ചെയ്തിട്ട് മെനി കൺസ്യൂമർ യൂസ് സോഷ്യൽ മീഡിയ ആൻഡ് ബ്ലോഗ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ്. അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, ഗൂഗിൾ ഉപയോഗിക്കുന്നു, യാഹു ഉപയോഗിക്കുന്നു. Thus it is clear that digital marketing strategy can shape a business. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എന്ത് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ ഇപ്പോൾ മാറ്റുന്നത്. അപ്പോൾ ഇഫ് എ കമ്പനി ഡു നോട്ട് എൻഗേജ് ദെയർ ബ്രാൻഡ് വിത്ത് ദ റൈറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ദെൻ ദേ മേ ലോസ് ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. അവർ കൃത്യമായ രീതിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ കസ്റ്റമറിനെ എന്ത് ചെയ്യുന്നു? നഷ്ടമാകുന്നു. അവർക്ക് അവരുടെ കസ്റ്റമർ. അതുപോലെ തന്നെ ഇൻക്രീസ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ. എവറി ബിസിനസ് ഒബ്ജക്റ്റീവ് ഈസ് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്. അതായത് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? എവറി ബിസിനസ് ഒബ്ജക്റ്റീവ് ടു അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്. ദ സെയിം തിങ് അപ്ലൈ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ദേ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ എയിം ടു ഗെയിൻ മാക്സിമം പോസിബിൾ ക്ലിക്ക് ടു ദ വെബ്സൈറ്റ് ആൻഡ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഗ്രാജുവലി. അപ്പോൾ അവരിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാജുവലി മോർ പീപ്പിൾ സ്റ്റാർട്ട് ടു റെക്കഗ്നൈസ് ദ ബ്രാൻഡ് ആൻഡ് വെൻ യു ഓഫർ ദം the exact thing they are looking for, the reputation of the brand. അതായത് അവർ എന്താണോ നോക്കുന്നത് ആ നോക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവർ നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് ഇന്ന പ്രൊഡക്റ്റ് ആണ് നോക്കുക. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിനെ അവർക്ക് അവരുടെ ഇതിലേക്ക് എന്ത് ചെയ്യുക? അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനത്തിൽ അപ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടും. അങ്ങനെ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇൻക്രീസ് റവന്യൂ. സക്സസ്ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഗിവ് മോർ conversion. The revenue also increase. As a result, higher conversion rate. Company that use social media generate 78 more business compared to the company who do not use social media marketing. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്ന ആളുകൾ 78% റവന്യൂ ഉണ്ടാക്കുമ്പോൾ 78% റവന്യൂ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇല്ലാത്തവർ ഉണ്ടാക്കുന്നതിനെക്കാട്ടും 78% കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ദ റെസ്പോൺസ് ഫ്രം ഇമെയിൽ മാർക്കറ്റിംഗ് ഇസ് ഓൾസോ ഹൈ. ഇമെയിൽ മാർക്കറ്റിംഗ് ഹൈ ആണ്. അതുപോലെ തന്നെ അനദർ വൺ ഈസി ടു ട്രാക്ക് ആൻഡ് മോണിറ്റർ മാർക്കറ്റിംഗ് കമ്പനി. Easy to track and monitor marketing company. Company are able to track the digital marketing company with the digital marketing metrics. അതായത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ ഇറക്കിയതിൽ നിന്നും എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. എത്ര വിസിറ്റേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് പേജ് വ്യൂവേഴ്സ് ഉണ്ട്, നമ്മുടെ പേജിൽ എത്ര ആൾ വന്നിട്ടുണ്ട്, ആവറേജ് ടൈം അവർ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത്, എത്ര കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രാക്ക് ആൻഡ് മോണിറ്റർ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എത്ര ആളുകൾ നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുണ്ട്, എത്ര ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾ അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കൃത്യമായി നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രാൻഡ് ബിക്കം മോർ ഇൻട്രാക്റ്റീവ്.
Digital marketing is involving continuously with the certain digital marketing companies such as social media marketing, blogging, improving search results, text messaging, online advertisement, email marketing, and എന്താണ് affiliate marketing. Marketers can give the customers a more personalized experience. With the help of short online videos, business cash attention, അല്ലെ ഇമേജ് കൊടുക്കുക, ചെറിയ ചെറിയ മെസ്സേജിങ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓരോ സമയത്തും ഓരോ ചെറിയ സ്റ്റോറീസ് അല്ലെങ്കിൽ ഓഡിയൻസിനെ എങ്ങനെ എന്ത് ചെയ്യുക ഇൻഫോമേഡ് ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റർടൈൻ ദം ആൻഡ് എൻഗേജ് ദ ഐഡിയൽ കസ്റ്റമർ. ആ ഐഡിയൽ കസ്റ്റമറിനെ എങ്ങനെ ഓരോ തരത്തിൽ അവരെന്ത് ചെയ്യുക എൻഗേജ് ചെയ്യിപ്പിക്കുക. വിത്ത് പേഴ്സണലൈസ്ഡ് ആഡ് കണ്ടന്റ്, ഫാം ബിക്കം മോർ ഇൻട്രാക്റ്റീവ് വിത്ത് ഇറ്റ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് ക്യാൻ സ്റ്റേ അറ്റ് ദ ടോപ്പ് ദെയർ മൈൻഡ് ഇൻ ദ എൻകറേജ് ദം ദ ഫ്യൂച്ചർ പർച്ചേസ്. അതായത് അവരെപ്പോഴും അവരായിട്ട് എന്ത് ചെയ്യുക ഇൻട്രാക്റ്റീവായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക ഓരോ സംവിധാനങ്ങളും വെച്ചിട്ട്. അപ്പോൾ അവരുടെ മൈൻഡിൽ ഇനിയിപ്പോൾ സാധനം മേടിക്കുകയാണെങ്കിൽ തന്നെ ഇന്ന സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന സാധനം നമ്മൾ മേടിക്കും എന്നുള്ള രൂപത്തിൽ അവരെങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ ബ്രാൻഡ് ബിക്കം മോർ ഇൻട്രാക്റ്റീവ്. ദ കോസ്റ്റ് എഫക്റ്റീവ് ഫ്രം ഓഫ് മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡു നോട്ട് റിക്വയർ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. സ്മോൾ ബിസിനസ് ക്യാൻ ഫൈൻഡ് എ ഡിജിറ്റൽ ചാനൽ ദാറ്റ് വുഡ് വർക്ക് ആൻഡ് ഡു നോട്ട് റിക്വയർ മച്ച് കോസ്റ്റ് ടു ബി സ്പെൻഡ്. അപ്പോൾ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ വലിയ പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാണ്ടാവില്ല. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാൻസ് ബിക്കം എ ഗ്രേറ്റ് ഹോപ്പ് ഫോർ സ്മോൾ ബിസിനസ്. ചെറിയ ബിസിനസ്സിന് വരെ എന്താണ് നല്ല ഹോപ്പ് ഉണ്ടാക്കുന്ന സംവിധാനമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഓൺലൈൻ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ്, നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിർബന്ധമായിട്ട് പഠിക്കണം. നെക്സ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്തതാണ്. ഓക്കെ.